ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേതാ സ്ഥലം എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഇതെൻ്റെ ചേച്ചീൻ്റെ വീടാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും. നമ്മൾ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ടുള്ളത് ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എണീറ്റിട്ട് കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ചെറിയ വെയിലെല്ലാം വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇരിക്കാം. ഒച്ചയൊന്നും ശരിയാവുന്ന അത്ര. ഇന്നലെ എപ്പോൾ ഉറങ്ങിയെന്ന് അറിയാം. 12:30 1 മണിയെല്ലാം അതിന് ഉറങ്ങാൻ. 12:30 വരെ നിച്ചും മാളു ചേച്ചിയെല്ലാം ജോറ് കളി. പിന്നെ എപ്പോൾ ഉറങ്ങണ്ടേ? അതുകൊണ്ട് നല്ല ഉറക്കമാണ്. ആരും പിള്ളേർ ആരും എണീച്ചിട്ടില്ല. അപ്പോൾ ചേച്ചി പ്രമോട്ടനും ഉണ്ട് അപ്പുറത്ത്. ബാക്കി എല്ലാവരും എണീക്കണം അത്ര. അപ്പോൾ വേഗം ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇനി ഗുഡ് മോർണിംഗ്. ഓളെ രാവിലെ തന്നെ എടുക്കേണ്ട പ്രത്യേകം പറഞ്ഞുകൊണ്ട് വൃത്തിക്കെടുക്കാം. എന്ന് ചായക്കടി ദോശയും കടലക്കറിയാം. അപ്പോൾ ദോശ മാവെല്ലാം ഇതാ സെറ്റായിട്ടുണ്ട്. ദോശ ചുടാൻ വേണ്ടിയിട്ട് പോവുന്നു. ഗുഡ് മോർണിംഗ് പൊന്നോട്ടാ. കല്യാണത്തിനുണ്ടേ 12 മണി. എത്ര മണിക്ക് കല്യാണം? 12:30 മുഹൂർത്തം. 12:30 മുഹൂർത്തം. അതുകൊണ്ട് ലേറ്റ് ആയിട്ട് പോയാൽ മതി. പാട്ട് ക്ലാസ്സിനുണ്ടോ? ഞാൻ നേരത്തെ പോകും. ഫുഡാക്കാൻ ദേഹണിക്കാൻ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് ഏച്ചി ആടുന്ന് കടലക്കറി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ദോശ ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വർത്താനവും നടക്കും, കുറച്ച് നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ പറയലും നടക്കും. അതിൻ്റെ ഇടയിൽ അങ്ങ് പണിയും നടക്കും. അതുകൊണ്ട് പൊന്നുവിനെ ക്യാമറ ഏൽപ്പിച്ചിട്ടുണ്ട്. പൊന്നു ആണ് ഈ വീഡിയോ എടുത്തു തന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പൊന്നു നല്ല അടിപൊളിയായിട്ട് മുകളിലെല്ലാം കയറിയിട്ട് നമ്മളെ തലേൻ്റെ മേലെ കൂടെ എല്ലാം ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കല്യാണം ആരുതാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. കല്യാണം പ്രമോട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോൻ്റെതാണ്. അതായത് പ്രമോട്ടൻ്റെ ഇളയപ്പൻ്റെ മോൻ്റെ കല്യാണമാണ്. ഇവരെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചെക്കൻ്റെ വീട്. കല്യാണം പക്ഷേ പയ്യന്നൂർ ശ്രീവത്സ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പം നമ്മുടെ കല്യാണം പണ്ട് ശ്രീവത്സ ഓഡിറ്റോറിയത്തിൽ നടത്താനാണ് കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായ എൻ്റെ ഏട്ടന്. പക്ഷേ നമ്മൾ പിന്നെ എൻ്റെ അമ്മ മരിച്ച ആ ഒരു സമയത്ത് നമ്മൾ കല്യാണം പയ്യന്നൂരിനെ മാറ്റി ഏട്ടൻ്റെ നാട്ടിൻ്റെ ഇങ്ങോട്ടേക്ക് ആക്കിയല്ലോ. അതുകൊണ്ടാണ് ഓഡിറ്റോറിയം ചേഞ്ച് ചെയ്തത്. അല്ലെങ്കിൽ ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കല്യാണം നടക്കേണ്ടത്. സാധാരണ നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ നീച്ചൂട്ടി വേഗം എണീക്കലുണ്ട് രാവിലെ തന്നെ. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് നീച്ചൂട്ടി അറിയുന്നേ ഇല്ല ഒന്നുണ്ട്. ഇന്നലെ കിടക്കലും ഉറങ്ങലും. അല്ലെങ്കിൽ നിച്ചു ഓമന തിങ്കൾക്കിടാവോ പാട്ടെല്ലാം ഫോണിൽ വെച്ചിട്ടാണ് എപ്പോൾ നിച്ചു ഉറങ്ങൽ. പക്ഷേ ഇന്നലെ ഒന്നുമില്ല, കിടക്കലും ഒറ്റയ്ക്ക് തന്നെ അങ്ങ് ഉറങ്ങുകയും ചെയ്ത്. ഞാൻ എന്തൊക്കെയോ അവിടുന്ന് കാട്ടി കൂട്ടുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ അന്ന് ഈശ്വരാ ഞാൻ എന്തായി കളിക്കുന്നതെന്ന് ആ വർത്താനം പറയുന്ന ഫ്ലോയിൽ അങ്ങ് എന്തെല്ലോ കാണിക്കുന്നതാണ്. എന്താ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല. പിന്നെ കടലക്ക് ഉപ്പുണ്ടോ? ഉപ്പുണ്ടോ? പൊന്നാക്കിയത് അതെ. പൊന്നാക്കിനി വളയാ. ഇതാ എന്റെ പൊന്നുങ്ങട്ട് എണീറ്റൊക്കെ മോർണിംഗ്. അഞ്ഞാടാ അമ്മക്കണാ. നീ എന്റെ സൈഡിലുണ്ടായി ഇപ്പൊ ഓളെ സൈഡിലേക്ക് തുള്ളി. നീ ശരിയില്ല. നീയല്ലേ പറഞ്ഞ തല്ലിയെന്ന്. എന്റെ മോള് തല്ലിയെന്നൊന്നും പറഞ്ഞിട്ട് അല്ലെ? മാള ചേച്ചിനെ തല്ലിയെന്നൊന്നും പറയില്ല അല്ലെ? തല്ലിട്ട് ആ തല്ലിക്ക് ഓർമ്മ. എനിക്കിപ്പൊ തല്ലുമ്പോ പറഞ്ഞ എന്നെ കളിക്കുന്ന പൊന്നോട്ടെ അല്ലേ? നല്ല ഷാന തന്നെ. കടി ഞാൻ അടി. എനിക്ക് ഞാൻ കുഞ്ഞടി തരും. അപ്പൊ നമ്മള് കല്യാണത്തിന് പോവാൻ വേണ്ടിട്ട് റെഡിയായി. ഏമാട്ടാ ഒന്ന് ലുക്കായില്ലോനോ കാണില്ല. യെസ് നിച്ചോട്ടിതാ. മാളു ചേച്ചിയും പാപ്പനും വണ്ടിയിലുണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സമയം ഇപ്പൊ 11:30 ആവാനായി. 12:30 മുഹൂർത്തം. അപ്പൊ ഇപ്പൊ ഇറങ്ങിയാല് ഏകദേശം ആ സമയമാകുമ്പോഴേക്ക് അവിടെ എത്തിക്കോളൂ. അപ്പൊ നമുക്ക് പോവാം. ഹലോ ഹായ് ടാറ്റാ പോയിക്കോട്ടാ. നമ്മ വരുന്നില്ല. ഓക്കെ നമുക്ക് പോണാ എന്നാ പോവാ. നിച്ച് പറഞ്ഞാ പിന്നെ പോവാ. അങ്ങോട്ടേക്ക് ബാക്കോട്ടേക്ക്. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുങ്ങി തരുണിയും മണികളായിട്ട് കല്യാണത്തിലേക്ക് പോകുമെന്നേ. എൻ്റെ ഡ്രസ്സ് നിങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണം തലേന്ന് ഇട്ടിട്ടുണ്ടായ ആ ഒരു യെല്ലോ ഡ്രസ്സാണ്. നിച്ചുട്ടീൻ്റെ ഡ്രസ്സ് നിച്ചുട്ടീൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു യെല്ലോ ഡ്രസ്സ്, ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ വണ്ടിയിൽ പോകുന്നുണ്ട്. ഏട്ടനും ചേച്ചിയും ബാക്കിൽ ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്ക് തിരിച്ച് ചന്തയിലേക്കും നമുക്ക് തിരിച്ച് പാപ്പനശ്ശേരിക്കും പോകേണ്ടത് കൊണ്ട് 2 വണ്ടി എടുത്തേ പറ്റും. കല്യാണത്തിന് പോവാ.
മാളോട്ടി നിച്ചി ചേച്ചി ഒരുപോലത്തെ ഉടുപ്പല്ല ഇട്ടിട്ടുള്ള പൊങ്ങി നിൽക്കുന്ന ഉടുപ്പ് ഇഷ്ടായിനാ? ഇച്ചിരി ഉറക്കം വരലായി. നമ്മൾ ഇറങ്ങട്ടെ. തട്ടിപ്പാക്കിയതാണ് ആള് പിടിച്ചിരിക്കണേ. പോവേ നമ്മള് വരുമ്പോഴേക്ക് ഗേറ്റ് അടിച്ചിട്ടാന്നുള്ള ഇപ്പൊ കൂക്ക് പോവല്ലേ ചോ. ഇങ്ങനെ ആവുമ്പോ അന്ന് വൈകുക, ലേറ്റ് ആവുക. നമ്മള് കറക്റ്റ് സമയം നോക്കി ഇറങ്ങിയ ഗേറ്റ് ഉണ്ടാകുമ്പോ അതാണ് നല്ല പ്രശ്നം. പിന്നെ അത് പോയിട്ട് നമുക്ക് പോവാം. മിക്കവാറും നിച്ചൂട്ടായിട്ട് എത്തുമ്പോ ഉറങ്ങും. മാളൂട്ടി ഉറങ്ങുവാ? മാളൂട്ടി സുന്ദരി അതിനെ കണ്ണെല്ലാം കാണിച്ചെടുത്ത് കണ്ണടക്ക്. അടിപൊളി സുന്ദരി ആയിനാ. സുന്ദരി മണിയായി അല്ലേ മജി? സുന്ദരി ആയിനാ ഇച്ചുട്ടിയാ? ഇച്ചിട്ട് സുന്ദരി ആയിനാ? പൊന്നു നല്ല അടിപൊളി ഫാഷനല്ല. പൊന്നു അടിപൊളി ന്യൂജൻ ആയി. ന്യൂജൻ അരി കൂടിങ് ക്ലാസ്സാ പോന്ന നിച്ചൂട്ടി. അങ്ങനെ ട്രെയിനെല്ലാം പോയി നമ്മൾ നേരെ പയ്യന്നൂരേക്ക് വിട്ടു. കുറച്ച് നേരെ വേണ്ടു ചന്തേരിയെന്ന്. പക്ഷേ ഈ ഇടയ്ക്ക് ഗേറ്റ് അടച്ചുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അങ്ങനെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കല്യാണം വൈകിട്ടായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ മിക്കവാറും നല്ല തിരക്കായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായേ. ഒരു 11 മണിക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ട് 12:30 1 മണിയെല്ലാം നമുക്ക് കുറച്ച് തിരക്കൊക്കെ കുറയും ചിലപ്പം. പക്ഷേ ഇത് 12:30ക്ക് ശേഷം കല്യാണം ആകുമ്പോൾ ആ പീക്ക് സമയമല്ലേ ഫുഡ് കഴിക്കണ്ടേ, അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഏതായാലും മുകളിലേക്ക് പോവാം. കല്യാണമൊന്നും ആയിട്ടില്ല തോന്നുന്നുണ്ട്. നമ്മൾ കയറുമ്പം തന്നെ പെണ്ണെല്ലാം ഒരുങ്ങി സൈഡിൽ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. നമ്മൾ കറക്റ്റ് സമയത്താണ് കേട്ടോ എത്തിയത്. നമ്മൾ പുറത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. പുറത്ത് നിൽക്കുമ്പോൾ തന്നെ പെണ്ണിങ്ങനെ ഒരുങ്ങിയിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിനി ബ്രൈഡിനെ കാണാൻ വേണ്ടിയിട്ട്. നല്ല സാരിയുടെ കളറും മേക്കപ്പും എല്ലാം നന്നായിട്ടുണ്ടായിനി. പെണ്ണിൻ്റെ വീട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് തന്നെയാണ്, പയ്യന്നൂർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പെണ്ണിനെ ഇങ്ങനെ കണ്ടു. ഓഡിറ്റോറിയത്തിൽ കയറാൻ പോയതാണ്. അപ്പോഴേക്കും അവിടെ നല്ല തിരക്കായതുകൊണ്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്ത് തന്നെ നിൽക്കാൻ വിചാരിക്കുമ്പോഴേക്കുണ്ട് കല്യാണ പെണ്ണ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഓഡിറ്റോറിയത്തിനുള്ളിൽ ഇപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് സീറ്റൊന്നും ഇല്ല, ഇരിക്കാനൊന്നും സീറ്റില്ല. അപ്പോൾ നമ്മൾ കല്യാണം ഇങ്ങനെ എത്തി നോക്കിയിട്ട് കാണുക ചെയ്തത്. അപ്പോൾ കല്യാണം കെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. അർജുൻ ആൻഡ് നവീന, അതാണ് ചെക്കൻ്റെയും പെണ്ണിൻ്റെയും പേര്. അപ്പോൾ നമ്മൾ കല്യാണമെല്ലാം കണ്ട് പിന്നെ താഴേക്ക് വന്നു. അവിടെ നല്ല തിരക്കാന്നല്ല. എന്നിട്ട് പിന്നെ വേഗം ആളൊഴിയുമ്പോൾ എന്നല്ല, ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരെയും കൊണ്ടായതുകൊണ്ട് നല്ല തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിള്ളേരെയും കൊണ്ട് നിൽക്കാൻ എന്തായാലും പറ്റില്ലല്ലോ. എനിക്ക് തന്നെ നിൽക്കുന്ന ഇഷ്ടമല്ല തിരക്കിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് പിള്ളേരെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടല്ലേ. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. അധിക സമയം ഞാൻ സദ്യ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. നല്ല സദ്യയും പ്രഥമനും എല്ലാം ഉണ്ടായിനി. അപ്പം നമ്മളെല്ലാവരും കൂടെ വേഗം ഫുഡെല്ലാം കഴിക്കട്ടെ. നീച്ചൂട്ടി കാര്യമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ അതിൻ്റെ ഉപ്പേരിയെല്ലാം ഇങ്ങനെ പെറുക്കിക്കൊണ്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇങ്ങനെ ഉപ്പേരി തരുമല്ലോ, ശർക്കര ഉപ്പേരിയും നല്ല മറ്റേ ചിപ്സ് പോലത്തെ എല്ലാം, അതെല്ലാം പെറുക്കി തിന്നതേ ഉള്ളൂ കാര്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടിരുന്നു. അപ്പോഴേക്ക് തിരക്കെല്ലാം കുറച്ച് ഒഴിഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ കുറേ ആൾക്കാരെല്ലാം ഇങ്ങനെ ചേച്ചി പറഞ്ഞിരുന്നുണ്ട് അവരെ ബന്ധുക്കളെല്ലാം. അധികം എനിക്കറിയുന്നവരൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ടിട്ടുണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായി. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എവിടെ പോയാലും നമ്മൾ ആൾക്കാർ ഇപ്പം കുറേ പേരുണ്ടാവുന്നതുകൊണ്ട് ഒരു നല്ല രസമാണ് അവരോട് വർത്താനെല്ലാം പറയാൻ വേണ്ടിയിട്ട്. അപ്പം നീച്ചൂട്ടി പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. സദ്യയോ കഴിച്ചിട്ടില്ല. വരുന്ന വഴിക്ക് പഴം എടുത്തുകൊണ്ട് അതും തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കൈ കഴുകുന്നിടത്ത് പഴം തൂക്കിയിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പ്രൊമോട്ടർ പോയിട്ട് പഴം എടുത്തു കൊടുത്തു നീച്ചുവിന്. അതും തിന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൽ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ പിന്നെ ഫോട്ടോ എടുക്കാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. നല്ല തിരക്കുണ്ടായി, കുറേ സമയം അവിടെ കയറി നിൽക്കണ്ടേ. അപ്പോൾ വീഡിയോ ജസ്റ്റ് ഇങ്ങനെ പെണ്ണിനെയും ചെക്കനെയും ക്ലോസ് ആയിട്ട് ഇങ്ങനെ എടുത്തു. അപ്പോൾ എന്തായാലും രണ്ടാക്കും വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്, നല്ല അടിപൊളി ജീവിതം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു മോളും അമ്മയും ഓടി വന്നു കേട്ടോ. നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നതാണ്. നീച്ചുട്ടിനെ ഭയങ്കര ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞിട്ട് നല്ല മോള് നമ്മളോട് കുറച്ച് നേരം അങ്ങനെ വർത്താനെല്ലാം പറഞ്ഞു.
അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന എൻ്റെ അനിയനാണ്, കസിനാണ്. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോനുണ്ട് അഖിൽ. അവൻ ബ്ലൂംസ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവനാണ് സ്റ്റേജെല്ലാം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പേര് അവിടെ കണ്ടു, ബ്ലൂംസ് ഇവൻറ്റ്സ് എന്ന്. അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെക്കൻ്റെ അച്ഛനും അമ്മയാണ്. അവരെ കൂടെ ഇങ്ങനെ ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വലിയ ആളെ പോലെ സ്റ്റേജിൽ ക്യാമറമാൻ്റെ അടുത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ വന്നിട്ട് ഇത് ജസ്റ്റ് ആ വീഡിയോ ക്ലിപ്പ് മാത്രം എടുത്തു നമ്മൾ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് അടുത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി പോകാമെന്ന് വിചാരിച്ചു. കോറോത്തേക്ക് പോകണം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അധിക സമയം അവിടെ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, കല്യാണം എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ താഴേക്ക് വന്ന് കുറച്ച് നേരം അവിടെ നിന്നിട്ട് കുറച്ച് ബന്ധുക്കളോടെല്ലാം വർത്താനെല്ലാം പറഞ്ഞിട്ട് നേരെ വന്നു. ഇതാ നിച്ചൂട്ടി പിന്നെയും പോയി കേട്ടാ. ഇതാ ഓട്ടോയിലാണ് വരുന്നത്. രമ്യവല്ലി വാ നമുക്ക് ഓട്ടോയിൽ പോകാമല്ലോ, രമ്യവല്ലിൻ്റെ പേരെന്ന് പറഞ്ഞപ്പോൾ ഇതാ പോകുന്നുണ്ട്. മാളു ചേച്ചി നമ്മളെ കൂടെ വരാൻ തന്നെയാണ്. നിച്ചൂട്ടി ഓട്ടോ കയറുന്ന കണ്ടിട്ട് ഇതാ മാളു ചേച്ചിയും പോയി. അപ്പോൾ ഞാനും ഏട്ടനും മാത്രമായി. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ 2 മക്കളുണ്ട് ഓടി വന്നിട്ട് ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ, നമ്മൾ വീഡിയോ എല്ലാം കാണുന്നതാന്ന് പറഞ്ഞിട്ട് പാവം മക്കൾ കേട്ടോ. എന്നിട്ട് അവരെ കൂടെ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തു. എല്ലാ വീഡിയോസും കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞു. കാസർഗോഡ് എങ്ങാനും ആണ് വീട്. ഇവിടെ കല്യാണത്തിന് ഒരു ബന്ധുക്കളായിരിക്കും മിക്കവാറും. അങ്ങനെ വന്നതാണ്. എന്നിട്ട് കുഞ്ഞുമക്കൾ വന്നിട്ട് ഫോട്ടോ എല്ലാം എടുത്ത്. അങ്ങനെ നമ്മള് കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇതാ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടാ. ഇതാ ആരല്ല, നിച്ചോട്ടി നമ്മളെ ചീറ്റ് ചെയ്തു. അതിപ്പോ വരുന്നില്ല മാളു ചേച്ചിനെയും രമ്യവല്ലിനെല്ലാം കണ്ടപ്പോ അത് അവരുടെ കൂടെ ഓട്ടോയിൽ പോയിട്ടുണ്ട്. നമ്മൾ കൊറോത്തേക്കാണ് കേട്ടോ നേരെ പോകുന്നത്, അച്ഛൻ്റെ അടുത്തേക്ക്. അതുകൊണ്ട് പിന്നെ നേരെ അവരും അങ്ങോട്ടേക്ക് തന്നെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നേരെ. അമ്മക്ക് ഞാൻ വരുമ്പോ എന്തെങ്കിലും മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. പോയി ശീലാവട്ടെ. അപ്പൊ അങ്ങനെ അമ്മേനെ കുറച്ച് മാറി നിന്ന് ശീലാവട്ടെ. ഇനി അങ്കമാടിയിലെല്ലാം പോണ്ടല്ലേ. അപ്പൊ നമ്മളിനി നേരെ കൊറത്തേക്ക് പോകുന്നു. കുറെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം കണ്ടിനെ. കുറെ ആളെല്ലാം ദൂരത്ത് ഹായ് എല്ലാം ആക്കി. 1-2 ആളെല്ലാം വന്നിട്ട് വർത്താനെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഹാപ്പി ആയി. ഇപ്പൊ എവിടെ പോയാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണുന്നോണ്ട് ഓട്ടോ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് നേരെ വീട്ടിലെത്തിയിട്ടാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു റോഡെല്ലാം ഓൾമോസ്റ്റ് കാലിയാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കല്യാണം ഉണ്ടോ തോന്നുന്നു, കുറച്ച് കല്യാണം ഇന്നുണ്ട്. നല്ല ദിവസമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ റോഡെല്ലാം ഇതാ. ഇനിയിപ്പോ വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് തിരക്കാവുമായിരിക്കും. ഇപ്പം ഫുള്ള് കാലി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ വണ്ടി നിർത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിച്ച് നിർത്തിയതാണ്. എന്നിട്ട് നമ്മൾ റോഡിൽ നിന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. വീട്ടിലേക്ക് വിളിച്ചു. പക്ഷെ നീച്ചൂട്ടിയും കൂടി ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് അങ്ങനെ പോയിട്ടാ. അവൾ മോളെയും കൂടെ കണ്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ വിട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലെത്താനായേ. ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഹർഷ. എൻ്റെ കൂടെ പണ്ട് ഹൈസ്കൂളിൽ പോകുമ്പോൾ നമ്മൾ സ്ഥിരം ഒപ്പരം പോകുന്നത്. ഞാൻ സൈക്കിൾ എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പം സന്തോഷമായി. കുറേ ആയി കണ്ടിട്ട്. പണ്ട് മുച്ചിലോട്ട് കളിയാട്ടത്തിനെങ്ങാനും കണ്ടേന്ന്. അപ്പോൾ അവരോട് ജസ്റ്റ് നിർത്തി വർത്താനം പറഞ്ഞു. ഇതാ നമ്മൾ വീട്ടിലേക്ക് കയറലായി. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ നമ്മളെക്കാളും മുന്നേ എത്തി. അതുകൊണ്ട് അവിടെ പോകുമ്പോഴേക്ക് ഇതാ എന്തെല്ലോ തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പേരക്കയാ, ചാമ്പക്ക, ചോപ്പക്കല്ല ചാമ്പക്ക. പഴുത്തിട്ട കാണിച്ചെടുക്കുന്നുണ്ട്. കാണിച്ച മോളെ അതല്ലേ. നമ്മളെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു ചാമ്പക്ക മരമുണ്ട്. പണ്ട് അതിന് നിറച്ചും പിടിക്കലുണ്ടായിന്. ഇപ്രാവശ്യം അധികം പിടിച്ചിട്ടില്ല. കുറച്ച് രണ്ട് കൊല നല്ലോണം പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ താഴെ വീണ് പോന്നിട്ട് പറിച്ച് വെച്ചിന് നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് പിള്ളേർ തിന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതാ ചക്കയും ഒരു പ്ലാവിന് മാത്രമേ ഇപ്രാവശ്യം പിടിച്ചിട്ടു, അല്ലെങ്കിൽ ചുറ്റിലുള്ള പ്ലാവിനെല്ലാം പിടിക്കലുണ്ട്. അപ്പം കാത്തു സൂക്ഷിച്ച് വെച്ചാന്ന് വെച്ചാൽ നമ്മൾ വരുമ്പം പറിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇടിച്ചക്ക പറിച്ചിട്ടുണ്ട്. അതും അച്ഛൻ പറിച്ചു. നാളെ വായി കൊടുത്തിരുന്നേ. ഇങ്ങനെ ഓടിയോട്ടിട്ട് നല്ല സുണ്ടല്ലോ. ഇങ്ങനെ തന്നെ കിട്ടിയാൽ മതിയായിരുന്നു നേരത്തെ. നിച്ചു വട്ടം കറങ്ങുന്ന ചേച്ചി വട്ടം കറങ്ങുന്ന പോലെ തല ചുറ്റണേ. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറേ നേരം വർത്താനം പറയുന്നു. ഫുഡെല്ലാം കഴിച്ചിട്ടല്ലേ പോയത്. അതുകൊണ്ട് വേറെ കാര്യമായിട്ട് ഉച്ചക്കൊന്നും ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അച്ഛനും മക്കളും കൂടെ പാല് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. 2 ആളും ഇതാ അച്ഛന് കൂട്ടായിട്ട് പോകുന്നുണ്ട്. നിച്ചുട്ടി ഇപ്പം നമ്മൾ റീസെൻ്റ്ലി വരുമ്പോൾ എല്ലാ പ്രാവശ്യവും അച്ഛനപ്പുറം പാല് മേടിക്കാൻ പോയിട്ട് ഇപ്പോൾ ശീലമായി. ആ ഒരു പരിചയക്കേടൊന്നും ഇപ്പോൾ ഇല്ല. നിച്ചുവിന് മനസ്സിലായി ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ആൾക്കാർ തന്നെയാണ് എന്ന്. അന്നെല്ലാം വരുമ്പം ഒരു പരിചയക്കുറവ് ഉണ്ടായിരിക്കും. പിന്നെ വലുതാവുകയും ചെയ്തില്ലേ. അതുകൊണ്ട് ഇപ്പം നല്ല രസമാണ്. അവർക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേരുമായിട്ടെല്ലാം നല്ല രസമാണ്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ വെച്ചു എൻ്റെ അമ്മ. എല്ലാവരും കൂടെ ചായ കുടിക്കൽ പരിപാടിയാണ്. വൈകുന്നേരത്തെ സ്ഥിരം കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഈ ഒരു ചായ കൂടി സീൻ ഉൾപ്പെടുത്തലുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നല്ല ഗോതമ്പ് ഇലയുടെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിനി. അപ്പം ഗോതമ്പ് ഇലയുടെയും പിന്നെ ബേക്കറിയെല്ലാം ഉണ്ടായിനി. അതും ചായയെല്ലാം കൂടെ നമ്മൾ ചായ കുടിക്കട്ടെ. പിള്ളേർക്ക് ഇത് ആവേശമാണ്. പൊന്നു അങ്ങോട്ടേക്ക് വന്നിട്ടില്ല കേട്ടോ. പൊന്നു തിരിച്ച് ചന്തയിലേക്ക് തന്നെ പോയി. അവൻ്റെ ആപ്പനും അമ്മമ്മയും എല്ലാവരും ഉണ്ടല്ലോ, അവരെ കൂടെ പോയി. അവിടെ പെണ്ണും ചക്കനും വരുമ്പോൾക്ക് അവർക്ക് സെറ്റപ്പ് ആക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ രണ്ടാളും ചോറ് കളിയാണ്. നീച്ചോട്ടി കുറച്ചും കൂടെ വലുതായി അവർക്ക് നല്ല രസമായിരിക്കും. ഇപ്പം നീച്ചോട്ടി കുറച്ച് കുഞ്ഞു വാവയല്ലേ. അപ്പോൾ മാളു ചേച്ചിയും ഒരു കൊല്ലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രസമായിട്ട് രണ്ടാൾക്കും കൂടെ അടിപൊളിയായിട്ട് എന്നുവെച്ചാൽ ചോറ് വെച്ച് കളിയും അങ്ങനെയെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ എപ്പോഴും ഉള്ള കാഴ്ചയാണിത്. അച്ഛൻ അതാ എന്തെല്ലോ തപ്പിപ്പറക്കി എല്ലാ ഐറ്റംസും 2 കവറിൽ ഒരുപോലെ ആക്കി സെറ്റാക്കി വെക്കുന്നുണ്ട്. ഒരു കവർ എനക്കും ഒരു കവർ ഏച്ചിക്കും തരാനുള്ളതാണ്. രണ്ടിലും ഒരുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ നാടൻ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടാത്ത സാധനമാണ്. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് ദിവസം വെക്കാൻ പറ്റുവാണെങ്കിൽ അച്ഛൻ നമ്മൾ പോകുന്നവരെ ഇങ്ങനെ കാത്തു വെക്കും, എന്നിട്ട് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇവർക്ക് തിരിച്ച് ചന്തേരെ പോയിട്ട് റിസപ്ഷനും എല്ലാം പോകാനുണ്ട് രാത്രിയത്തെ. അതുകൊണ്ട് പിന്നെ അധികം സമയം കളയണ്ടെന്ന് വെച്ചു. അങ്ങനെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ സി യു പറഞ്ഞിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഇനി തറവാട്ടിലും കയറണം. അച്ഛൻ്റെ അമ്മയുണ്ടല്ലോ, നമ്മൾ സ്ഥിരം പോകുമ്പോൾ കയറാറുണ്ടല്ലോ, അപ്പോൾ അവിടെയും കയറണം. അമ്മമ്മേനെല്ലാം ഒന്ന് കാണണം. അങ്ങനെ പോയി അങ്ങനെ തറവാട്ടിൽ കയറിയിട്ടുണ്ട്. അമ്മമ്മ നിച്ചോട്ടേക്ക് ഇങ്ങനെ പ്രായമായ അമ്മമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തൊട്ട് നോക്കും, കൈയെല്ലാം ഇങ്ങനെ ഗുളുഗുളു തൂങ്ങുന്നുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ അങ്ങനത്തെ അമ്മമ്മമാരെ കാണുമ്പോൾ നിച്ചൂട്ടി എപ്പോൾ ഇങ്ങനെ കൈ തൊട്ട് നോക്കും. ഇന്നാളൊരു കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടായേ. അപ്പോൾ ഇവിടുന്ന് അമ്മമ്മേൻ്റെ കൈയെല്ലാം ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. ഇപ്പം തറവാട്ടിൻ്റെ ഇപ്പുറത്ത് തന്നെ അപ്പാപ്പൻ്റെ വീടുണ്ട്. അച്ഛൻ്റെ ഏറ്റവും ചെറിയ അനിയൻ്റെ അവിടെയാണ് താമസം. ഇത് നമ്മളെ പഴയ തറവാടാണ്. അവിടെയാണ്, അതിൻ്റെ അടുത്തായിട്ട് ആണ് അപ്പാപ്പൻ വീട് കെട്ടിച്ചുള്ളത്. അവർ മക്കളെല്ലാം ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും എല്ലാം ഉണ്ട്. നാട്ടിൻ പുറത്ത് നമ്മളെ കാഴ്ചയല്ലേ, ഇങ്ങനെ ചോറും കറിയും വെച്ച് കളിക്കലെല്ലാം. പണ്ട് ചിരട്ടയെല്ലാം എടുത്ത് കളിക്കും. ഇപ്പം പിള്ളേർ അടുക്കളയിലെ പഴയ പാത്രങ്ങളെല്ലാം എടുത്ത് കളിക്കലായി എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആടുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞിരുന്നു. അമ്മയോടും അപ്പാപ്പന്മാരോടെല്ലാം വർത്താനം പറഞ്ഞിരുന്ന്. നമ്മൾ അടുത്ത് തന്നെയുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ അവിടത്തേക്ക് പോകുമെന്ന് അപ്പാപ്പൻ. അവിടുത്തെ കണക്കും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവിടെ നറുക്കെടുപ്പെല്ലാം ഉണ്ട് അടുത്ത ദിവസം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി സെറ്റാക്കിയിട്ട് അടുത്തേക്ക് പോകുമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അനിയൻ കസിന് ബ്ലൂംസ് ഇവൻസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവർ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുമെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പയ്യന്നൂരെല്ലാം ഏരിയയിലുള്ളവർക്കൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ അച്ഛൻ്റെ അടുത്ത അനിയൻ്റെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ പറഞ്ഞില്ല അഖിലെന്ന്, എൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ അനിയനാണ് ഭാസ്കരാപ്പൻ. പിന്നെ വേറെ അനിയനും കൂടിയുണ്ട് മോഹനൻ, അത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞു. മാത്താപ്പനും മോനാപ്പനും അങ്ങനെയാണ് കേട്ടോ ഞാൻ വിളിക്കൽ. ഇടയിലും പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വരാൻ തോന്നൂല. പണ്ട് എപ്പം ഇങ്ങനെ കുറേ എപ്പം പോകുന്നില്ല. ഇപ്പം അങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീട്ടിൽ പോകുമ്പോഴാണ് ഇവരെല്ലാം കാണാൻ പറ്റുന്നത്. അതിങ്ങനെ ഓർക്കുമ്പോൾ ഒരു സങ്കടമാണ്. എപ്പോഴെങ്കിലും അല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ അപ്പാപ്പൻ്റെ മോനുണ്ട് ഷിജിൽ, അവനാടെ അയ്യോ എൻ്റെ ഏച്ചി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്, കാണിക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞു. എന്നിട്ട് സന്ധ്യ ആകുമ്പോഴാണ് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് വിട്ട് ഇങ്ങ് പാപ്പനശ്ശേരി എത്താനായേ. നല്ലോണം ടയേർഡായി. നിച്ചൂട്ടി നല്ല ഉറക്കാ. ഞാൻ വർത്താനം പറയുന്ന ഒച്ചക്ക് കേട്ടിട്ട് പോലും എണീക്കുന്നില്ല. സാധാരണ ഉച്ചക്ക് ഉറങ്ങുന്നതല്ലേ. ഇപ്പം സമയം 6:20 ഇപ്പം 5:30 ആയില്ലേ ഉറങ്ങാൻ വേണ്ടിയിട്ട്. ആ ഒരു ക്ഷീണത്തിന് അങ്ങ് ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇന്ന് ഫുള്ള് അർമാദിക്കലല്ലേ പിള്ളേരപ്പരം. അപ്പോൾ എനക്കും നല്ലോണം ടയേർഡായി. അപ്പോൾ പോയിട്ടൊന്ന് കുളിയെല്ലാം കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ആയിക്കോളും. അപ്പോൾ നമ്മളിപ്പോൾ എത്താനായി ഒരു 10 മിനിറ്റ് കൊണ്ട് ഇനി വീട്ടിലെത്തിക്കോളും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി പേച്ചി അവരെല്ലാം പോയിട്ട് റിസപ്ഷനും ഉണ്ട്. അപ്പം നമുക്ക് പിന്നെ നാളെ ഏട്ടൻ കുറച്ച് ബിസി ആയതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ. ഇന്നത്തെ നമ്മുടെ കല്യാണത്തിന് പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ.